ഒരു കേക്കിന് ഓർഡർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു. കസ്റ്റമർ അയച്ചെന്ന ഫോട്ടോ ആണെങ്കിലോ നല്ല ഫുൾ ഫോണ്ടൻ കവേർഡ് ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് കേക്ക്. പക്ഷേ ആ സന്തോഷം കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഫ്രഷ് ക്രീമിൽ ഈ വർക്ക് ചെയ്ത് തരാൻ പറ്റുമോ, നമുക്ക് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള കേക്ക് വേണ്ടെന്ന്. അപ്പോൾ അത്രയും നേരം ഏതോ ലോകത്തായിരുന്നു, ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി. പിന്നെ ഫ്രഷ് ക്രീം വർക്ക് നമുക്ക് സെറ്റാക്കണമല്ലോ. കസ്റ്റമർ നമ്മളോട് റെഡ് കളർ തീമാണ് പറഞ്ഞിട്ടുണ്ടായത്. അതുപോലെ തന്നെ കുറച്ച് ഫോണ്ടൻ വർക്കും അതേപോലെ കുറച്ച് ഷുഗർ ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു ഡിസൈൻ, അതായത് ക്രീം കേക്ക് ഒഴിച്ചാൽ ബാക്കി എല്ലാ ഡിസൈനും കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായത്. കേക്ക് 7 ഇഞ്ച് ഡമ്മി താഴെ, അതേപോലെ മുകളിൽ 5 ഇഞ്ച് കേക്കാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നേരത്തെ പരത്തി വെച്ച ഫോണ്ടൻ്റെ ചെറിയ ഫ്രില്ലാക്കിയിട്ട് മേലത്തെ ടയറിലും താഴത്തെ ടയറിൻ്റെ സൈഡിലും വെച്ച് കൊടുക്കണം. എൻ്റെ കയ്യിൽ റെഡ് കളർ ഫോണ്ടൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വൈറ്റ് കളർ ഫോണ്ടൻറ്റിൽ റെഡ് കളർ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ കളർ ആക്കിയിട്ടുണ്ടായത്. കുറച്ചധികം കളർ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും ഈ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഷുഗർ ഫ്ലവേഴ്സും കുറച്ച് വേഫർ ഷീറ്റിൻ്റെ ഡിസൈനും വെച്ച് കൊടുത്തിട്ടാണ് കേക്കിൻ്റെ ഫുൾ ഡെക്കറേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായത്. കുറച്ചധികം ട്രാവൽ ചെയ്യേണ്ട കേക്ക് ആയതുകൊണ്ട് തന്നെ ഫോണ്ടൻറ്റിൻ്റെ ബാക്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് ഞാൻ കേക്കിലേക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അത് സേഫായിട്ട് എത്ര ദൂരം വേണമെങ്കിലും പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഈ കേക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കേക്കിൻ്റെ ഫിനിഷിംഗ് ഒന്നും പോവാതെ തന്നെ ഫോണ്ടൻ്റ് വർക്ക് ഇതിൽ വെക്കുക എന്നുള്ളത് മാത്രമായിരുന്നു കേക്കിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ടാസ്ക്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്.